ചെറിയ കുട്ടികൾക്ക് ചിലർക്ക് റമദാനിലൊക്കെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുക്കും. എനിക്കൊക്കെ പണ്ട് കാലത്ത് എൻ്റെ അമ്മോച്ചനൊക്കെ പൈസ അറിയും ചെറിയ കുട്ടിക്കാലത്ത്. അമ്മോച്ചൻ കുട്ടിക്കാലത്ത് എങ്ങനെ പൈസ തരിക നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും. ക്ലിപ്പിൻ്റെ കാലമല്ലേ. എൻ്റെ അമ്മാവൻ്റെ മകനാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ തറവാട് വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മോച്ചൻ അന്ന് തന്നെ എനിക്ക് റമദാനിൽ കുട്ടിക്കാലത്ത് പൈസ തരാറുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ തരാറുണ്ട്. അങ്ങനെ ചിലർക്ക് കൊടുക്കും, സ്വാഭാവികമാണ്. ഞാനൊരിക്കൽ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ പാസ്പോർട്ട് പെട്ടിയിൽ വെച്ച് പെട്ടി ലഗേജിലിട്ടു എന്ന് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ വന്നപ്പോൾ പെട്ടി കിട്ടാതെ ബുദ്ധിമുട്ടിയത്. അപ്പോൾ ഞാൻ 500 റുപ്യ സിറാജുള്ളിലേക്ക് നേർച്ചയാക്കി. ഈ പെട്ടി പിന്നെ ബോംബെയിൽ നിന്ന് കിട്ടി. ഉണ്ടായൊരു സംഭവമാണ്. പക്ഷേ പലർക്കും സംശയമായി, ലഗേജിൽ പാസ്പോർട്ട് കഴിയോ? പാസ്പോർട്ട് കയ്യില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. പക്ഷേ പാസ്പോർട്ട് 2 ഉണ്ടായിരുന്നു. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഒന്ന് വിസയുള്ള പാസ്പോർട്ട്, ദുബായ് വിസയുള്ള പാസ്പോർട്ടും, ഒന്ന് ദുബായ് വിസ ഇല്ലാത്ത പുതിയ പാസ്പോർട്ട്. പുതിയ പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടാണ് ഹജ്ജിന് പോയത്. പഴയ പാസ്പോർട്ട് ദുബായ് വിസയുള്ള പാസ്പോർട്ടാണ്. അതാണ് പെട്ടിയിൽ വെച്ചത്. അപ്പം പറഞ്ഞത് ശരിയാണ്. പക്ഷേ സംശയം ഉണ്ടാക്കുന്ന നോക്കി അതുപോലെ അങ്ങനെ പാസ്പോർട്ട് ലഗേജിൽ ഇട്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ ആരും സംശയിച്ചു. രണ്ട് പാസ്പോർട്ടാണ്. ഇതുപോലെയാണ് ഈ ക്ലിപ്പുകാരൊക്കെ എല്ലാ സംശയം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇടക്കങ്ങ് പറഞ്ഞതാണ്. സംശയം ഉണ്ടാക്കുന്ന ക്ലിപ്പുകാരൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. അതുപോലെ സംശയം പറഞ്ഞാൽ പറഞ്ഞാണ് അമ്മോശം തരാറുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക്